കോൺഫിഡൻസിന് ആധാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ചിലപ്പം അതൊന്നും അവരെ പിന്മാറിയാണ് നമ്മുടെ ഇടയിൽ ഇന്നും അവർ ജീവിച്ചിരുന്നേനെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തേക്കാട്ടി നേരത്തെ അക്കാദമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ കയറാനുള്ള നോട്ട്സ് എല്ലാം ഞാൻ തലേ ദിവസം തന്നെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാനാണ് പതിവ്. പക്ഷെ ഇന്നലെ അത് നടന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ അക്കാദമിയിൽ എത്തിയിട്ട് നോട്ട്സ് എഴുതലായിരുന്നു പ്രധാന പരിപാടി. അത് കഴിഞ്ഞ് നേരെ ക്ലാസ്സിലേക്ക് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അക്കാദമിനെ കുറിച്ച് ഇതുവരെ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് നേരെ ഓഫീസിലേക്ക് പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എലഗന്റ് അക്കാദമി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം കൂടുതൽ വനിതകൾ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുകയും അതേപോലെ തന്നെ ആരെയും ആശ്രയിക്കാണ്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് അത് എല്ലാ ലേഡീസും ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. കാരണം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ എൻ്റെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ വന്ന കുറേ ചേഞ്ചുകളുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിൽ പേയ്മെൻറ്റ് വന്ന് തുടങ്ങിയപ്പം അല്ലെങ്കിൽ നമുക്കൊരു സാലറി കിട്ടിയപ്പോൾ നമുക്ക് ലൈഫിൽ വന്ന് ഒരുപാട് ചേഞ്ചുകളുണ്ട്. അപ്പോൾ അത്രയും സന്തോഷങ്ങൾ വന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലേഡീസിനും ശരിക്കും അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്നും അവർക്ക് സ്വന്തം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ വീട്ടിൽ നിന്നിട്ടാണെങ്കിലും അവർക്കൊരു വരുമാനം വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാട്ടോ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അക്കാദമി തുടങ്ങുന്നത്. അതാകുമ്പോൾ എല്ലാ ഏജുകാർക്കും വന്നിട്ട് ആ ഫാഷൻ ഡിസൈനിങ് പഠിച്ച എല്ലാവർക്കും ഒരു ജോലി ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ള ഇപ്പോൾ സാഹചര്യമൊന്നും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ വീട്ടിലിരുന്നിട്ടാണെങ്കിലും അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നും അവർക്കൊരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നും ഒക്കെ അറിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം അതായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ട് പോയ സ്റ്റുഡൻസൊക്കെ വിളിച്ചിട്ട് അവർക്ക് ജോബ് കിട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് സാലറി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളെ വിളിക്കും. ആ സമയത്ത് ശരിക്കും നമുക്കും ഭയങ്കര സന്തോഷം കേട്ടോ. അവരെക്കാട്ടി സന്തോഷം ചിലപ്പോൾ നമുക്കിരിക്കും. ശരിക്കും നമ്മളിങ്ങനെ വാർത്തയിലൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണില്ല കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് പീഡനം മൂലം ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അക്കാദമിയിലത്തെ എല്ലാ സ്റ്റുഡൻസിനോടും പറയാറുണ്ട്, ശരിക്കും അവർക്ക് ജീവിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്ന് വരില്ല. ആ കോൺഫിഡൻസിന് ആധാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ചിലപ്പം അതൊന്നും അവരെ പിന്മാറിയാണ് നമ്മുടെ ഇടയിൽ ഇന്നും അവർ ജീവിച്ചിരുന്നേനെന്ന് വിചാരിക്കലുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിർത്തണേ.